നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ വീണ്ടും നടക്കുന്ന കോടതി നിരീക്ഷണം. അധികാരത്തിന്റെ നിഴലിൽ ഒളിഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ഇനി കൂടുതൽ ഗൗരവമേറിയ അന്വേഷണത്തിലേക്ക്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ വിജയനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി കേരള ഹൈക്കോടതി തള്ളിയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇത് വെറുമൊരു നിയമ നടപടി മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് കോടതി അന്വേഷണത്തിന്റെ വാതിൽ തുറന്നുവെച്ച നിർണായക ഘട്ടമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസിൽ ED അന്വേഷണം റദ്ദാക്കണമെന്ന CMRLന്റെ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. ED അന്വേഷണത്തിനുണ്ടായിരുന്ന സ്റ്റേ ഇതോടെ നീങ്ങി. CMRL ഉദ്യോഗസ്ഥർ EDക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച CMRLനെതിരായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് എന്ന സ്ഥാപനത്തിന് CMRL വൻതുക നിയമവിരുദ്ധമായി നൽകിയെന്നതാണ് പ്രധാന ആരോപണം. ഈ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച നിരവധി ഹർജികൾ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും തള്ളിയിരുന്നു. എന്നാൽ EDയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED തങ്ങൾക്കെതിരെ ആരംഭിച്ച നടപടികൾ റദ്ദാക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. CMRLലും 4 ഉദ്യോഗസ്ഥരുമാണ് ഹർജികൾ ഫയൽ ചെയ്തിരുന്നത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റിറ്റെയിൽ ലിമിറ്റഡും കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ED അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ജസ്റ്റിസ് TR രവി ഹർജികൾ തള്ളിക്കളഞ്ഞതോടെ EDക്ക് അന്വേഷണം തുടരാൻ നിയമപരമായ അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഈ കേസിന്റെ കേന്ദ്രത്തിൽ ഉയർന്നുവരുന്ന പ്രധാന ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് CMRL വൻ തുക കൈമാറിയെന്നതാണ്. ആരോപണ പ്രകാരം സേവനം ലഭിക്കാതെയാണ് മാസം തോറും പണം നൽകിയതെന്നാണ് അന്വേഷണ ഏജൻസികളുടെ സംശയം. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1.72 കോടിയിലേറെ രൂപയുടെ ഇടപാടുകളാണ് വിവാദമായത്. പ്രതിപക്ഷം ഇത് മാസപ്പടി ഇടപാടെന്ന രീതിയിൽ രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടി. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കോടതി ഇതുവരെ ആരെയും കുറ്റക്കാരെന്ന് വിധിച്ചിട്ടില്ല എന്നതാണ്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അന്വേഷണം തടയാനാവില്ല എന്നതാണ്. അതായത് ആരോപണങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് അവസരം നൽകണമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ കുറ്റം തെളിഞ്ഞു എന്ന രാഷ്ട്രീയ പ്രചരണവും എല്ലാം രാഷ്ട്രീയ പ്രതികാരം മാത്രമെന്ന ഭരണപക്ഷവാദവും ഒരുപോലെ അതിരുവിട്ട ലളിതീകരണങ്ങളാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതൃത്വവും തുടക്കം മുതൽ ഈ ആരോപണങ്ങളെ രാഷ്ട്രീയ വേട്ടയാടലായി വിശേഷിപ്പിച്ചിരിക്കുകയായിരുന്നു. പിണറായി വിജയൻ നേരത്തെ തന്നെ പൊളിറ്റിക്കൽ വിച്ച് ഹണ്ട് എന്നായിരുന്നു ആരോപണങ്ങളെ വിശേഷിപ്പിച്ചത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിടുന്നുവെന്ന ആരോപണം CPM നിരന്തരം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതേസമയം SFIO ഉൾപ്പെടെ മറ്റ് ഏജൻസികളും കേസിൽ അന്വേഷണം നടത്തുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ഈ കേസിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ആഘാതം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബം എന്ന ഘടകമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ഏറെക്കാലം ദൂരെയുണ്ടായിരുന്ന ഇമേജിനാണ് ഈ വിവാദം വലിയ തിരിച്ചടിയായത്. പ്രത്യേകിച്ച് സേവനം നൽകിയില്ല എങ്കിൽ പണം എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നത്. അതിനുള്ള വ്യക്തമായ വിശദീകരണം ഇപ്പോഴും പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല എന്ന വിമർശനവും ശക്തമാണ്. അതേസമയം ED അന്വേഷണങ്ങളുടെ രാഷ്ട്രീയ ഉപയോഗത്തെക്കുറിച്ചുള്ള ദേശീയതല ചർച്ചയും ഇവിടെ പ്രസക്തമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കേസുകളിൽ EDയുടെ ഇടപെടൽ പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതിനാൽ ഈ കേസിലും അന്വേഷണം പൂർണ്ണ സുതാര്യതയോടെയും നിയമപരമായ കൃത്യതയോടെയും മുന്നോട്ട് പോകണമെന്ന ആവശ്യം ശക്തമാണ്. കോടതിയുടെ പുതിയ വിധി അധികാരത്തിലുള്ളവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ആയാലും അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല എന്ന മറ്റൊരു നിർണായക സന്ദേശവും നൽകുന്നു. അതേസമയം അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ആയുധങ്ങളായി മാറുന്ന ഉത്തരവാദിത്വവും അത്ര തന്നെ പ്രധാനമാണ്. ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നത് ഒരു കാര്യത്തിനാണ്, ആരോപണങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണെന്ന്. എക്സാലോജിക്കും CMRLനും ഇടയിലെ ഇടപാടുകൾ നിയമപരമായ ബിസിനസ് കരാറുകളായിരുന്നോ അതോ സ്വാധീനവും അധികാരവും ഉപയോഗിച്ചുണ്ടാക്കിയ സംശയാസ്പദ സാമ്പത്തിക ബന്ധങ്ങളായിരുന്നോ എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണ് ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത്. ആ ഉത്തരമാണ് കേരള രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം നിർണ്ണയിക്കാൻ പോകുന്നത്.